അതല്ലേ പറഞ്ഞ കാര്യമല്ലോ. അല്ല ഇതാരൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഞാൻ ഇന്നലെ കച്ചവടം കഴിഞ്ഞ് പീടിയ പൂട്ടി പോകുമ്പോ ഞാൻ ചാക്കിലാക്കി കാണും ഈ പീടിയുടെ വയ്യിൽ കെട്ടിച്ച ഇന്ന് കപ്പ നോക്കികൾ ആ പ്ലാസ്റ്റിക് മുഴുവൻ കൊണ്ടിട്ട് ആൾക്കാർ ഇതിലെങ്ങനെ വണ്ടി പോവും. എന്റെ പീടിയ നോക്കി ഇങ്ങോട്ട് ഏറാ. ഞാനിപ്പോ എന്താ ചെയ്യാ? വല്ലാത്തൊരു കൂട്ടു എന്തൊക്കെ സാധനപ്പയിലുണ്ട്. ഏതൊന്ന് സഹായിക്കണോ? ഈ ഐസ്ക്രീമിന്റെ ഈ പാത്രമൊക്കെ ഞാനെ കൊണ്ടിട്ട് ഇതൊക്കെ എന്റെ പീടിയൊക്കെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഞാൻ ഇന്നലെ വേറെ പെറുക്കി കണ്ടു വഴി കൊണ്ടുവച്ചതാ. പഞ്ചായത്ത് നിന്ന് ഗ്രാമസഭ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പ്ലാസ്റ്റിക് ഇതൊക്കെ പെറുക്കി കണ്ട് നിങ്ങൾ നല്ലോണം 30-31 തീയതി ഇതൊക്കെ പറയുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുത്താൽ മതി പറഞ്ഞിന്. ഇതിനെ ഞാൻ ഇതൊക്കെ ചാക്കിലാക്കി ഇവിടെ വെച്ചിന്. അതാണ്. അല്ല ഞാൻ മഴ പെയ്യൂ ആ വിറകെടുത്ത് വെയിലത്തിടാ സരോജിനിയോട് പറഞ്ഞു. ഓളത് ചെയ്തില്ല. വിറക് മുഴുവൻ മഴ നനഞ്ഞുപോയി. ഓക്കെന്താ സംഭവിച്ചത്? ഞാൻ ഗ്യാസ് ആക്കാതിനുള്ള കുറവാ. ഗ്യാസ് ആക്കിയിട്ട് വേണം എന്റെ ഗ്യാസ് പോവാൻ. ഇതൊക്കെ മഴ നനഞ്ഞില്ലേ കണ്ടു ഞങ്ങള്. ഇനി ഇതെങ്ങനെ അടുപ്പിൽ വെച്ച് കത്തിക്കാൻ കഴിയില്ല. അന്നപ്പോൾക്ക് നനഞ്ഞിതാവും. ഇന്നലെ ഞാൻ പോകുമ്പോ ഈ ബെഞ്ച് നല്ല വൃത്തിയാക്കി വെച്ച അതിനോട് മണ്ണും തോന്നുന്നില്ല. എന്നൊക്കെ ഇതുപോലെ മണ്ണാ ചളി. ഇവിടെ വെച്ചിട്ട് അപ്പൊ ചെറുപ്പക്കാർ കമ്പനി കുടിക്കാതെ ഞാൻ വീടിനെ കൂട്ടി പോയാലും ഒരു കമ്പനി കൂടാണ്. എത്ര നന്നാക്കി വെച്ചാലും ഒരു കാര്യമില്ല. നന്നാക്കി വെക്കൂ. അതാരെങ്കിലും പിന്നെയും കയറും. കണ്ടില്ല ഞങ്ങള് കാലെടുത്ത് കയറ്റി ഇതിന്റെ ബെഞ്ചിന്റെ ഉള്ളിൽ ഭാസ്കരയ്ക്ക് രാവിലെ തന്നെ എന്നോട് പറയിപ്പിക്കരുത്. ഇജ്ജ് പോയി കണ്ട പാലൊന്ന് വാങ്ങണം ചെല്ല്. ഇതെന്താണ് നോക്കി പഠിപ്പിക്കുക. കണ്ടില്ല ഓനൊരു പണി പറഞ്ഞാൽ ഓൻ എടുക്കില്ല. ഒരു പണി രാവിലെ അങ്ങോട്ട് പോയി എന്റെ സ്ഥലം കഴിക്കാൻ ഇവിടെ നോക്കി പാവാ സുഭദ്ര പണിക്ക് പോകുന്നതിനെ കൊണ്ട് ആ കുടുംബം കഴിയുന്നു. ഒരു പണിക്ക് പോകാൻ പോകില്ല. പറഞ്ഞാൽ ഓന അലോയ്യ ഇതൊന്ന് ഓ ചില്ല മത്തി മത്തി അതായിട്ടാ എന്റെ കവറിൽ ഇങ്ങോട്ട് മത്തി പുറത്താക്കിയത്. ഞാൻ പാത്രം എടുത്തരാം. പാത്രത്തിലായ ഒരു കിലോ കൂടെ പോട്ടെ. ഇന്നലത്തെ കിലോന്റെ വന്നിട്ട് ചേട്ടാ നമുക്ക് അക്കൗണ്ട് അല്ലേ ഒന്നിച്ചു തരാം. അതായിട്ട് കൊണ്ടേക്കോളി. ഞങ്ങളെ കവറ് ഭാസ്കരന്റെ പാത്രം നാരായണന്റെ പാത്രം തരി. നാരായണന്റെ പാത്രം തരി. അല്ല ഇജ്ജ് മീനും കടപ്പാക്കുന്ന എടോ ഇങ്ങനെ നാട് മുഴുവൻ കടാക്കി എത്തിട്ട് എന്റെ ഇജ്ജ് എങ്ങനെയാ ഇപ്പൊ കൊടുക്കുക? നമ്മള് എല്ലായിടത്തും അക്കൗണ്ട് അല്ലേ. ഇജ്ജ് എല്ലായിടത്തും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ സുഭദ്ര തൊഴിലുറപ്പിന് പോയിട്ട് കിട്ടുന്ന പൈസ വേണ്ടേ? അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? വേറെ മാർഗം വേണ്ടേ? എനിക്ക് തരാനുള്ള പൈസ ഇപ്പൊ എന്താക്കിയാ തരിക? അതിനൊക്കെ ഒരു ദിവസം ഒന്നിച്ച് തരും. അപ്പൊ നിങ്ങളെ മോറൊന്ന് തെളിയും. ഞാനേ കുട്ടികളെ പോറ്റാൻ വേണ്ടിട്ടാ ഞാൻ കച്ചവടം നടത്തുന്നത്. എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല. ഞാൻ പറഞ്ഞ മോഹനല്ലേ വരുന്നത്. അവന്റെ അമ്മ ആശുപത്രിയില. അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട ഭാസ്കരൻ. 2 ദിവസമായിട്ട് കുറച്ച് അധികം. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. ഇപ്പോഴാ അസുഖം എന്താന്ന് മനസ്സിലായില്ല. ഈ ബസ് എപ്പോഴാ അങ്ങോട്ട്? ബസ് കുറച്ച് കഴിയൂ. പെട്ടെന്ന് അമ്മക്ക് പറ്റി. അമ്മക്ക് നല്ല ആരോഗ്യമല്ലോ. ആരോഗ്യത്തിന്റെ കാര്യം പറയണ്ട. എന്നാലും നമ്മള് ചപ്രങ്ങാട്ട കേശവനായരെ ഇങ്ങനെ കസലേരിക്കുമ്പോ കളഞ്ഞു പോകാൻ പഠിച്ചത്. അയാൾ ഉഴുതു പണി എഴുതാനുള്ള ആളായിരുന്നു. ഒരു ന്യൂസ് ഉണ്ട് താരം നേരെ. ഒരു ന്യൂസ് വായിക്കി. മാലിന്യം തോട്ടിൽ തള്ളി ജനങ്ങൾ ദുരിതത്തിൽ. അതെവിടെയാണ്? വെള്ളിനേഴി പഞ്ചായത്തിലെ വെള്ളിനേഴി പഞ്ചായത്തിലെ അടക്കാപുത്തൂർ പ്രദേശത്തുള്ള തോട്ടിൽ കോഴി മാലിന്യം തള്ളി ജനങ്ങൾ ദുരിതത്തിൽ. കോഴി മാലിന്യം കല്യാണം കഴിഞ്ഞുള്ള വേസ്റ്റ് ഇതൊക്കെ റോഡിലും തോട്ടിലും കൊണ്ടുപോയി തള്ള ദുഷ്ടന്മാര്.
വിട്ടിറങ്ങിയ 7ാം ക്ലാസ്സുകാരി പോലീസ് കസ്റ്റഡിയിൽ. എന്തിനാണോ? എറണാകുളം മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ 7ാം ക്ലാസ്സുകാരി പോലീസിന്റെ കസ്റ്റഡിയിൽ. അത് മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ. അതെ, അച്ഛനും അമ്മയും മാങ്ങളാരൊക്കെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുമ്പോ അവൾക്കുണ്ടാവില്ല ഒരു മോഹം. എടാ, മക്കളെ നോക്കാപ്പ അച്ഛനും അമ്മക്ക് സമയമല്ല. അതാ കുട്ടികളുടെ കാര്യത്തിൽ തണ്ടാർക്കും തള്ളാർക്കും ഒരു ശ്രദ്ധ വേണം. എന്നാലും ഈ പണിയൊന്നും ചെയ്യൂല. എന്നാലും കാലം മാറി നാരട്ടോ. ഓനാ ബസ് വരുന്ന വേഗം പോയിക്കോ, വേഗം പോയിക്കോട്ടാ. എന്താ ആവശ്യമുണ്ട് പറഞ്ഞതാ നിക്കോ. ആ ചെക്കനായി ആഴ കടത്തലാണ്. മെമ്പർ നാളൊരു പിരിവെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇജ്ജി പിരിവെടുക്കണ്ട. ആ എടുക്കേണ്ട ആൾക്കാർ ഈ എടുത്തും ചില എന്റെ കീശയിലേക്ക് പോകുള്ളൂ. അല്ല, ഞാനല്ല ആലോചിക്കുന്നത്, ഈ മോഹന്റെ അമ്മക്ക് എന്താ പറ്റിയത്? മോഹന്റെ അമ്മയ്ക്ക് ക്യാൻസർ അത്രേ. ആരോധിക്കാര്? അതെ, ശ്വാസകോശ ക്യാൻസർ. എന്താണ് ഭാസ്കര പറയുന്നത്? പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ ഈ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവുക? ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരാണ് കള്ളുടിക്കുക, ബീഡി കളിക്കുക, ഹാൻസ് പാൻപര ഇങ്ങനത്തെ കാര്യം ആണുങ്ങൾക്കല്ലേ? എന്നപ്പോ അതല്ല, നമ്മൾ പീടികയിലൊക്കെ പോയിട്ട് കുറെ പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവരില്ലേ, കവറുകൾ സാധനങ്ങളായിട്ട്. ഒരു വീട്ടില് ഒരു 8-10 ബാഗെങ്കിലും നമ്മളെ വീട്ടിലേക്ക് എത്തും. ആ ബാഗൊക്കെ എന്താ ഒഴിഞ്ഞ ബാഗൊക്കെ നമ്മൾ ചെയ്യാം, ഒരു ഭാഗത്ത് കൂട്ടും ഒരു ദിവസമൊക്കെ. രണ്ടാമത്തെ ദിവസം ആ സ്ത്രീകളെ വീട്ടിലിരുത്ത് അടുപ്പിലിട്ട് കത്തിക്കും. അങ്ങനെ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ദുർഗന്ധമായ മണവും പുകയും ശ്വസിച്ചുകൊണ്ടാണ് ശ്വാസകോശ ക്യാൻസർ ഉണ്ടാവുന്നതാണ് ഇപ്പോഴത്തെ കണ്ടുപിടിച്ചത്. അതിനാണ് നമ്മൾ പഞ്ചായത്ത് ഒരു പദ്ധതി തയ്യാറാക്കി 30-31 തീയതിയിൽ ഇവിടെയുള്ള പ്ലാസ്റ്റിക് മുഴുവൻ ചാക്കിലാക്കി കണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കുക. എന്നിട്ട് അത് ഒരു ഏജൻസിക്ക് കൊടുക്കുക. അതായത് ഗ്രാമസഭയിൽ പറഞ്ഞ കാര്യം. ഇന്നാളുണ്ടായിരുന്ന ഗ്രാമസഭയിൽ ഇതാ പറഞ്ഞായിരുന്നു. പങ്കെടുത്തില്ലേ? ഞാൻ എന്റെ അമ്മാവന്റെ മകളുടെ കല്യാണമാണ് കോഴിക്കോട്. അതിന് പോയിട്ട് പോയിരിക്കായിരുന്നു. കോഴിക്കോട് കല്യാണത്തിന് പോയതല്ല, കോഴിക്കോടോ ആടുംകൂടോ ഉണ്ട് ചെയ്യും പങ്കെടുക്കുന്നു. നമ്മളെ കുടുംബത്തിലൊരു സംഗതി ഉണ്ടാകുമ്പോ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടോ. അതിന് എന്നെ ഒരു ദിവസം മുഴുവൻ ആടെ ഗ്രാമസഭക്ക് വിളിച്ചല്ല, ഒരു മണിക്കൂർ സമയം അതിൽ പോയി കുത്തിരുന്നല്ല. വെറുതെ അല്ല, എനിക്ക് വിവരമില്ലാതെ ഓടിച്ചായ എടുക്കാൻ വിറക് മുഴുവൻ നന്നെടുക്കാന്ന് ഞാൻ എന്താ ചെയ്യാ? ഒരു ചായ ഇങ്ങോട്ട് എടുത്തോളി. ഭാസ്കര, എന്റെ പറ്റിങ്ങനെ കൂടി വരിക. കടഞ്ഞ ഞാൻ തരൂല, ഞാൻ പറഞ്ഞുതരാം. അത് പറ്റി ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ ഊതുണ്ടല്ലോ. മോഹന്റെ അമ്മയ്ക്ക് വന്ന മാതിരി ചിലപ്പോ എല്ലാവർക്കും വന്നു വരും. ഓ പടച്ചോനെ, എന്ത് വർത്താനാണ് ഈ പറഞ്ഞു പോയത്? ഓനിവിടെ പറ്റ ഓൻ പറ്റിന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു. അതിന്റെ അറ്റത്തെ ഒരു ചൂതണ്ട് എഴുതി കളി. പറ്റിച്ചൂർ കോരേട്ടന്റെ കടയിൽ നിന്ന് കായ് എടുക്കായിട്ടാണ് ഇവിടെ വരുന്നത്. ഓനിപ്പോ ഞാൻ ചായ കട കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടാണ് മോഹന്റെ അമ്മേന്റെ സൂക്കേട് എനിക്ക് വരും പറഞ്ഞു പോയത്. നന്ദില്ലാത്തവൻ, ദുഷ്ടൻ, വല്ലാത്ത പഹനാട്ടാ. ഇതിപ്പോ എന്താ കയറൊക്കെ ആയിട്ട്? അല്ല, ഇപ്പൊ കയറിനിപ്പോ കയറ് കണ്ടിച്ച് ബേജാറാണെന്തിനാ? കയറേണ്ട ബേജാറാവൂ. നിങ്ങൾ വിചാരിച്ചതിനുള്ളതല്ല കയറ്, അതിന്റെ നാക്കാലിന് കിട്ടുന്ന കയറാ. അത് ശരി, പറ്റിന്റെ കയറല്ലേ? ഇപ്പൊ അവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ച് മരിച്ചു തന്നെ പോകും. പിന്നെ നാക്കാലിക്ക് ഇന്നലെ ഉണ്ട് തുടങ്ങിയിട്ട് അയർക്കില്ലേ? ഞാനിപ്പോ എന്റെ ബാപ്പാരായിട്ട് നാക്കാലിയെ പച്ചു വരുമ്പോ നോക്കിയിട്ടാണല്ലോ ജീവിക്കണത്. തന്നെ. അപ്പൊ നിങ്ങളെ മുതലാളിയുടെ പറമ്പുണ്ടല്ലോ, മുതലാളിയുടെ പറമ്പ് നല്ല പറമ്പ്, ഉയരത്തിൽ നല്ല പുല്ല് കണ്ടിട്ട് തന്നെയാണ് ഞാനത് മുതലാളിനോട് ചോദിച്ചാണ്ടേ നാക്കാലി അതിൽ കെട്ടി മൂപ്പര് സമ്മതിച്ചോ കേട്ടോ. നാക്കാലികള് അതിലൊക്കെ പിഴിഞ്ഞ് പുല്ലൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പൊ നമ്മള് വൈകുന്നേരത്തെ കുട്ടികൾക്ക് ചില പരിപാടികളുണ്ട്. അതൊരു എന്തോ ഒരു പേരുണ്ടായി അവര് പറയണേ. കമ്പനി കൂടുതൽ തന്നെ. അതിപ്പോ തീറ്റ മുഖം പുറത്താണല്ലോ. നമ്മളിപ്പോ പകല് റോട്ടിൽ കൂടി പോകുമ്പോ ചത്ത കോയിരമാണ്. വൈകുന്നേരം റോട്ടിൽ കൂടി പോവുകയാണെങ്കിൽ കരിഞ്ഞ കോയിരമാണ്. അല്ല, ഇവിടുത്തെ ഉണക്കപ്പുട്ടി ഞാൻ ഇനിയിപ്പോ ആരും വരും തോന്നുന്നില്ല. എന്തായാലും പൈജിപ്പോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്ന്
തിന്ന കൂട്ടത്തില് ഇവരാണെങ്കിൽ ഈ തിന്നതിന്റെ ബാക്കി ഉണ്ടല്ലോ, പ്ലേറ്റ് ഗ്ലാസ് ഒറയില് ബിരിയാണി ഇറച്ചി ഇതൊക്കെ വെള്ളം കൂടിയാണ്ട് കഴിക്കാൻ പിന്നെ തീറ്റയ്ക്ക് ഇറച്ചി നടക്കില്ലല്ലോ, അതാണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഇട്ടാണ്ട് പോവുക. നാക്കാലിയാക്ക് വല്ല വിവരമുണ്ടോ? എന്റെ പയ്യ ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ തിന്നു കഴിഞ്ഞാൽ അതാ കാര്യം. അത് തിന്നിട്ടുണ്ടാവും അല്ലേ? കുറച്ചോനെ തിന്നാ ജയിക്കൂല മോനെ. കാരണം എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ എവിടെ നിന്നാലും അവിടെ കിടക്കുക. അല്ല അത് ഞാൻ ഇപ്പൊ എന്താണെന്ന് ചെറിയ 2 തെങ്ങിൻ തച്ചിന്റെ തടണ്ട് കൊത്തിയപ്പോഴേ ചുവന്ന കവർ ആദ്യം വന്ന്, പച്ച കവർ പിന്നെ വന്ന്, കൈക്കോട്ട് വന്ന് ഇതാണ്ട് വെച്ചില്ല. ഏതായാലും നിങ്ങൾ കൊറേ നേരമായാലും തല്ലാൻ തുടങ്ങിയിട്ട് ഇവിടെ വല്ലാത്തൊക്കെ ഒതുകൊണ്ടുത്താ. ഓ ഇവിടെ ഒക്കെ ചോന്ന് തേക്കണ്. ഞാൻ പറഞ്ഞേ എന്നെ കടിക്കില്ലേ? നിങ്ങൾക്ക് ഇത് പഞ്ചായത്തിൽ കണ്ട് എഴുതി കൊടുത്തൂടെ? പഞ്ചായത്തിന്റെ കൊതുക് പിടിക്കാൻ നടക്കാ. ഞാൻ ഒരാഴ്ച ഡെങ്കിപ്പനി പിടിച്ചിക്കാണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആ സമയത്ത് പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടേക്ക് വന്നിന്. അവന്റെ പീടിയുടെ വയ്യിൽ ഈ പൊട്ടിയ പാത്രവും അതിലൊക്കെ നിങ്ങൾ ഒരാഴ്ച കായിഞ്ഞാറിന്റെ കടന്നോട് ചോദിച്ചിരുന്നു. അല്ല ഞാൻ എന്റെ നാക്കാലി അന്ന് പിന്നിക്ക് നിങ്ങളെ പീടിയുടെ പിന്നിൽ പോയപ്പോ കണ്ടതാ. ടയറ് കുപ്പി ചിരട്ട ബക്കറ്റിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വളർത്തുകയല്ല കൊതുവിനെ. അന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഉണ്ടാക്കുന്ന കൊതുവിനെ പിടിക്കലല്ല ഞങ്ങളെ പണിയുന്നു. അല്ല അത് നായാണ് നമ്മള് വളർത്തലും പിന്നെ അവര് പിടിക്കലല്ല. എന്നാ മരുന്നടിച്ചൂടെ? മരുന്നടിക്കാൻ പറ്റില്ല. മരുന്നടിച്ചാൽ നമ്മൾ കിണറിലെ വെള്ളം കേടാ. വെള്ളം എന്ന് പറഞ്ഞാലേ അത് നിധി പോലെ കാക്കണം. ഈ വെള്ളം കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഇപ്പൊ മരുന്നടി അങ്ങനെ അല്ല. അന്ന് സുഭദ്രൊക്കെ വന്നില്ലേ? നമ്മളെ ആശ സുഭദ്ര ഉണ്ടല്ലോ, ഓളെ വന്നുകാണ്ട് ഓളെ അത് കാണിച്ചെന്ന് എന്റെ പീടിയുടെ വയ്യിൽ അങ്ങനെ കുറച്ച് കൂട്ടരുണ്ട്. പനി ഉണ്ടോ എന്നൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരെ വിചാരം ഓല് എന്നിട്ട് ഇതൊക്കെ പെറുക്കുന്ന അവനാ ഉണ്ടാക്കണ അവനാ പൊറുക്കി ഒഴിവാക്കട്ടെ. അപ്പൊ ഞാൻ എനിക്ക് ഇത് മരുന്നടിക്കാൻ നിൽക്കില്ല. ഏതായാലും നിങ്ങളിപ്പോ പിന്നെ മരുന്നടിച്ചപ്പോഴൊക്കെ വെള്ളം കെടുത്ത പറഞ്ഞില്ലേ? അല്ല വെള്ളത്തിന്റെ വർത്താനം പറഞ്ഞപ്പോഴാണ് ഇക്കുറി നിങ്ങൾ കുറച്ച പായേണ്ടി വരും. ഞാൻ പായേണ്ടി വരുമൊന്നുമില്ല. എല്ലാം ഇതിപ്പോ പിന്നെ എടപ്പാതിയിൽ ഒരു പാതിയും വന്നിട്ടില്ല. തിലാന്ന് എത്ര അല്ല ഞാനിപ്പോ മാസം നിങ്ങൾക്ക് ഇപ്പൊ ആഴ്ചയും തീയതി ഒന്നും ഇല്ലല്ലോ. തിലാന്ന് 9. ഒരു തുള്ളി വെള്ളം കൊണ്ട് വന്നിട്ടില്ല ഭൂമിക്ക്. അല്ല ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ചെറിയ ഞാൻ വെള്ളത്തിന് പായേണ്ടി വരില്ല. കഴിഞ്ഞല്ല നിങ്ങൾ പാഞ്ഞാള ഓരോ ലോറി കഴിഞ്ഞ കൊല്ലം ഞാൻ പാഞ്ഞാളെ വെച്ചിട്ട് ഇക്കൊല്ലം ഞാൻ പായേണ്ടി വരില്ല. അല്ല അതിപ്പോ എന്തായി? അതേടാ എന്റെ കിണർ ഞാൻ റീചാർജ് ചെയ്തു. കിണറ് റീചാർജ് പഞ്ചായത്തിന്റെ ഒരു പരിപാടിയാണ്. അല്ല ഞാൻ മൊബൈൽ റീചാർജ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അതിപ്പോ മുളത്തിന് 3 കൊടുത്തുണ്ടല്ലോ. ഇതെന്താണ്? മൊബൈൽ റീചാർജ് ചെയ്യുന്ന നമ്മൾ പൈസ തീരുമ്പല്ലേ? നമ്മൾ കുത്തുമ്പോ പടല്ല അറിയുമ്പോഴാണ്. കിണർ റീചാർജ് ചെയ്താൽ നമ്മൾ വെള്ളം തീരൂല. അതിനുള്ള പരിപാടി. അതായത് മഴവെള്ളം മുഴുവൻ നമ്മൾ കിണറ്റിലേക്ക് തിരിച്ചു വരിക. അതാണ് പൈപ്പിലൂടെ. ഈ പാത്തിപ്പ കൂടിയും അത് കുടിച്ചാൻ പറ്റുമെന്ന് ഫിൽറ്റർ ചെയ്യൂ. അരിച്ചിട്ടാണ് കുടിക്കുന്നത്, അല്ലാതെ മഴ മുക്കി കുടിക്കല്ല. എന്നാലും കായായിട്ടുണ്ടോ? 6000 രൂപ സബ്സിഡി ഉണ്ട് പഞ്ചായത്തിന്റെ. 6000 രൂപ. 6000 രൂപ. അതിപ്പോ നിങ്ങൾക്ക് ആ വിവരം കിട്ടി? ഗ്രാമസഭയിൽ അതിന് പാടും കോഴിയുടെ ഗ്രാമസഭ കുറി ഉണ്ടായിട്ടില്ലല്ലോ. കേട്ടില്ലേ? ആടും കോഴി ഉണ്ടാവാൻ പോകും ഗ്രാമസഭക്ക്. വേറെ ഏടോ ഈ ഗ്രാമസഭയിൽ പോയാൽ ഇങ്ങനത്തെ കാര്യമൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഓ നാട്ടിലത്തെ ഈ വക വിഷയം ചർച്ചയുണ്ടല്ലേ? എന്നാലും മെമ്പർ ഒന്ന് കാണണം. സബ്സിഡി ഉണ്ട് പറഞ്ഞാൽ മെമ്പറെ കാണണം. അല്ല നമ്മളെ ജാനല്ലേ ഇപ്പാ വരുന്നത്? ജാനു നിന്ന് സാരിയുടെ മാച്ചിനൊത്ത കവർ കിട്ടിയിട്ടില്ലാട്ടാ. ഇന്ന് മഞ്ഞ കവറാ. എനിക്ക് പൈസ ഉള്ളപ്പം വേറെ പീടിയൊന്നും കർമ്മമാണ് എന്റെ പീടിയലും. നല്ല പണിയാണല്ലോ. ഞാൻ ആ തൊഴിലുറപ്പിന്റെ കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നേ. അപ്പൊ അത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇത്തിരി സാധനങ്ങൾ പഠിച്ചു വന്ന് വീട്ടിലാണെങ്കിൽ യാതൊരു സാധനങ്ങളും ഇല്ലേന്. നിങ്ങളെ പൈസ ഞാൻ തരും. കുറച്ചുകൂടി പൈസ കടല്ല. ഇതിന് പൈസ കൊടുണ്ട. ഓള് ഞാൻ 150 കവറായിട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ കവർ കൊണ്ട് പുറേ പോകും. വൈകുന്നേരം അയച്ചാൽ 8 അയച്ചാൽ ഓളെ എന്റെ പീടിയുടെ മുമ്പ് കൊണ്ടിടും. അതാണ് അവളെ പണി. എന്താ നിങ്ങൾ ഈ വർത്താനം പറയുന്നത്? ഞാനാണ് നിങ്ങളുടെ കടലിൽ കവറൊക്കെ കൊടുത്തിരുന്നത്. രാവിലെ നിങ്ങൾ തല്ലുടല്ലേ? കാര്യം പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നത്. എപ്പ നോക്കിയാലും ജാനകി കവർ കൊടുത്തിട്ടു എന്ന് പറയപ്പോ കൊണ്ടിട്ടില്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കവർ കൊടുത്തിരുന്നെന്ന്? അല്ല ജാനകിന് അങ്ങനെ പറയണ്ട. കായ് കൊടുത്തരും. അവർക്ക് കായ് ഇട്ടാ തന്നെ കരി തീർക്കണെന്ന്. അല്ല കവർ ഇപ്പളേ ഇപ്പൊ
പിന്നെ ജാനകിനെ പോലുള്ളവരിടുണ്ടായിരിക്കും. പക്ഷെ ചില മാന്യന്മാര് കാറിൽ വന്നിട്ട് ഇടലുണ്ട്. അവർക്ക് ചായ ആറ്റി കൊടുക്കും. ഓ ജാനകിക്ക് അത് നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ കായ് ഇന്നാണ്ട് പോകുന്ന ആളുണ്ട് വരും, അവർ ഇന്നാണ്ട് ചെല്ലും, നാളെ കണ്ടു വരും. ആന്ന് ഇപ്പൊ രാവിലെ നാളെ ഒരു പണി അല്ല. എന്നാലേ ചായ കഴിച്ചിട്ട് നേരെ അടുപ്പ് കത്തണ്ടോ? നിങ്ങളങ്ങനെ ഊതിക്കോളി. നാടിലെ എല്ലാരും ഗ്യാസാണ്. നിങ്ങൾ ഊതി നിങ്ങളെ ഗ്യാസ് പോവും. അല്ല എന്നാ തല പൊന്തിച്ചാതെ ഊതിക്കോളിട്ടോ. മുതലാളി വരുന്നുണ്ട്, പാടയം കൊടുത്തിട്ടില്ലേ? സുന്ദരമലയാളിയോ? എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. കുറച്ച് ഗൗരവത്തില. അല്ല നാരായണേട്ടാ, നിങ്ങൾ ഈ കച്ചവടം ചെയ്തിട്ട് നിങ്ങളൊരു സുഖസുഖാര്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിച്ചു പോന്നാ മതിയോ? നിങ്ങൾ എന്റെ ഭാര്യ നിങ്ങള് ആദ്യം പീഡിയാണ് ചുറ്റുപാടൊന്ന് വൃത്തിയാക്കിയത്. ആ ഇന്ത്യക്കാർക്കും ബംഗാളിയൊക്കെ ഒന്നും കാണാൻ വാടക കൊടുത്തില്ല. അതിന് ഒരു കക്കൂസോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ആദ്യം എന്റെ പീഡിയാണ് പണി ചെയ്യുന്നത്. എന്തിനാ നാരായണേട്ടാ ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു കക്കൂസ്? പിന്നെ ഓൾക്ക് ദൂരെ പോത്തും വേണ്ടേ? നാരായണേട്ടാ, നമ്മുടെ പാലക്കാട് കാറ്റും കൊണ്ടിട്ടേ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി വർത്താനാണ് നിങ്ങൾ ഈ പറഞ്ഞത്. മനുഷ്യൻ ഇന്ത്യക്കാരനാവും, ബംഗാളിയാവും, ബീഹാറിയാവും ഒക്കെ ആവും. നിങ്ങളാ വളപ്പിക്ക് നടന്നിട്ട് നാക്കാലിക്ക് ഇപ്പൊ വെച്ചാതായിക്കുന്നു. എന്നിട്ടല്ലേ ഇരുകാലിയാളെ സ്ഥിതി. കൊറേ നേരമല്ല മാന്തിന്. അനങ്ങാതെ നിക്കിട്ടാ. ഇത് മറ്റേ പുള്ളിക്കൊതുവാണ്, പുള്ളിക്കൊതു. നിങ്ങളെ 2 ആഴ്ച കടത്തിയില്ല ആസ്പത്രിയില്. ഇതാണ് ഡെങ്കിക്കൊതു. കണ്ട അനങ്ങാതെ നിക്കി. നാരായണേട്ട അനങ്ങാതെ നിക്കി. ഓ എന്തിതല്ലാണ് നിങ്ങൾ വലിയത്? റൂഹ് പോയിന്നാ തോന്നുന്നത്. സുന്ദരമലയാളിയെ, സുന്ദരമലയാളി ആച്ചി പറയണ്ടല്ലോ പഠിച്ചോനെ. അവിടെ നിൽക്ക് ബേജാറല്ലേ? സുന്ദര ആരെ ഇയാൾക്ക് പേരിട്ട്? ജീവണ്ട് നീച്ചോളി, മലയാളി നീച്ചോളി. അല്ല ഞാനിപ്പോ എവിടെയാണ്? ഇത് ഇവിടെ താൽപീടിയാ. അത് ശരി. നിങ്ങളിന്റെ വാടക തന്നൂലേ? ഞാൻ തന്നതാണല്ലോ. കിട്ടി പോയിച്ചു. ഞാൻ സാക്ഷിയാണ്. കിട്ടി പോയിച്ചു. ഇവരെല്ലാരും കണ്ടു. തന്നൂലേ? എന്നാ ഞാൻ പറ്റേ. ശരി. നിങ്ങൾ ഇഞ്ഞും വന്നിട്ട് വാങ്ങിക്കോളൂട്ടാ. മർമ്മത്താ തല്ലു കുടിയത്. അല്ല നമ്മളെ മോനെ രാവിലെ പോയിട്ട് വല്ല വിവരം അറിഞ്ഞ ഇന്ന് അധികമാണെന്നാ കേട്ടത് പോലെ അമ്മ കിട്ടോ? നിങ്ങൾ വരുന്നില്ലേ? എടക്കത് നമ്മളെ മോഹന്റെ അമ്മ മരിച്ച്. അയ്യോ, മോന്റെ അമ്മയോ? മോഹന്റെ അമ്മ മരിച്ച്. അമ്മതെ ചെന്ന് വേഗം വാ. മടവീണ മണ്ണിന്റെ സ്വപ്നങ്ങളിൽ ഇന്ന് മുളയില്ല, വിളയില്ല, കതിരുമില്ല. സൂര്യനെ മറയ്ക്കുന്ന രാക്ഷസ കോട്ടകൾ കാലൂന്നി നിൽക്കും ശവപ്പറമ്പ്. ഇന്നു കാലൂന്നി നിൽക്കും ശവപ്പറമ്പ്. ചപ്പും ചവറും പൂറത്തെറിഞ്ഞും മക്കളെ മറുനാട്ടിലേക്കെറിഞ്ഞും കോൺക്രീറ്റു കോട്ടയിലൊളിച്ചിരുന്നാൽ നമ്മിലെത്ര പേർക്കെത്ര രക്ഷ കിട്ടും? നമ്മിലെത്ര പേർക്കെത്ര നാൾ രക്ഷ കിട്ടും? മടവീണ മണ്ണിൻ്റെ സ്വപ്നങ്ങളിൽ ഇന്ന് മുളയില്ല, വിളയില്ല, കതിരുമില്ല. എടോ ഇങ്ങനെ ദുഃഖിച്ച് കുത്തിരുന്നൊരു കാര്യമുണ്ട്. അമ്മക്ക് അത്ര ആയിട്ടുണ്ടെന്ന് വിചാരിച്ചാ മതി. ആ അമ്മേന്റെ കയ്യിൽ നിന്ന് കുറെ ഞാനും വാങ്ങി തിന്നതാ. എന്താ ചെയ്യാ? മനുഷ്യന്റെ കാര്യം എത്ര ഉള്ളൂ. അത് ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ച് കുത്തിരുന്നൊരു കാര്യമില്ല. ഒരുപാട് കവറുകൾ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരും സാധനങ്ങൾ വാങ്ങിയിട്ട്.
അമ്മ അപ്പോഴും പറയും ഒരു സഞ്ചി കൊണ്ടേക്കടാ ഞാനത് കാര്യമൊക്കെ ഇല്ല. മൂത്തോരെ വാക്കും മുതുനെല്ലിക്കും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പൊ അമ്മ ഈ കവറൊക്കെ പാടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ അടുപ്പിലിട്ടിട്ടാണ് കത്തിക്കുക ചെയ്യുക. ആ കത്തിക്കുമ്പോ ഉണ്ടാവണ ഒരു പുകയല്ലല്ലോ, ആ പുക ഇപ്പൊ തട്ടി അങ്ങനെ ഞാൻ ആ കവർ കൂടുന്ന കത്തിച്ചപ്പോ അതിന് ഈ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തുകളോ. അയ്യോ പഞ്ചായത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ ആൾക്കാരല്ലേ ഇനിയിപ്പോ എന്റെ വീഡിയോയിൽ ആരെ എഴുതി കൊടുക്കും. ഇവിടെയൊക്കെ വൃത്തിയാണല്ലോ, പിന്നെന്താ വേറെന്തോ പരിപാടിയാ. എന്താ എന്നെ കണ്ടപ്പോ കളി അല്ല, ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാലേ കൊണ്ടു നടക്കുന്നത്. എന്നാലേ നിങ്ങള് ബേജാറാകണ്ട, നിങ്ങളെ കട പരിശോധിക്കാനൊന്നുമല്ല ഞങ്ങൾ വന്നേക്കണത്. നമ്മളെ പഞ്ചായത്തിന്റെ അതിജീവനം പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് എല്ലാ വീടുകളിലും നമ്മുടെ സ്ക്വാഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 30, 31 തീയതികളില് നമ്മുടെ എല്ലാ വീട്ടിലും അവർ ഇതുവരെ സമാഹരിച്ചിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക്, ചെരുപ്പ്, ബാഗ്, കുപ്പി എല്ലാ സാധനങ്ങളും വാർഡിലെ അതിജീവനം കേന്ദ്രത്തിലേക്ക് ഓരോ വീട്ടുകാരും എത്തിക്കുകയും അത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ഏജൻസിയുമായി കരാറായി ആ ഏജൻസിക്ക് കൊടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ കുപ്പി കാര്യങ്ങളൊക്കെ കുപ്പി, ബൾബ്, ഈ പിഞ്ഞാണത്തിന്റെ പൊട്ടിയ കഷ്ണം ഇതൊക്കെ വേറെ ചാക്കിലാക്കി പ്രത്യേകം ചാക്കിലാക്കി ചോർന്നു പോകാത്ത വിധം ടൈൽസ്, പിഞ്ഞാണപ്പൊട്ട് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാം. മോഹനേട്ടാ, അമ്മയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ മോഹനേട്ടന്റെ അമ്മ ക്യാൻസർ ബാധിച്ചാ മരിച്ചത്. നാട്ടിലെ ഒരുപാട് പേര് പുതുതായി ക്യാൻസർ രോഗികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പുകവലിച്ചോ വെറ്റില മുറുക്കിയോ ഉണ്ടായ ക്യാൻസർ അല്ല. പ്ലാസ്റ്റിക്കിന്റെ പുകയിൽ നിന്നുണ്ടായ ഡയോക്സിൻ വാതകം ശ്വസിച്ചിട്ടാണ് ഈ ക്യാൻസറൊക്കെ എന്നാണ് നമ്മുടെ പുതിയ ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മളെ പഞ്ചായത്ത് ഒന്ന് ശുദ്ധീകരിക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിന്റെ മുന്നോടിയായിട്ട് എല്ലാ വീടുകളിലും നമ്മൾ അതിജീവനത്തിന്റെ തുണിസഞ്ചി നൽകുന്നുണ്ട്. ഈ തുണിസഞ്ചി എല്ലാ വീട്ടുകാരും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. അല്ല, ഈ തുണിസഞ്ചി വെറുതെ കൊടുക്കല്ലേ? ഇത് ആദ്യഘട്ടത്തിൽ നമ്മൾ വെറുതെ കൊടുക്കണം. ഒരു തുണിസഞ്ചി വാങ്ങിക്കുന്ന പഞ്ചായത്ത് പകുതി രക്ഷപ്പെടും. അല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. ജാനുവിന്റെ പരാതി നിങ്ങൾ പറയാറുണ്ട്. എന്നാലും ജാനു നമ്മുടെ പഞ്ചായത്തിന്റെ ഒരുപാട് കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വനിത എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ പരാതി ഞങ്ങൾ അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. ഏതായാലും നമ്മൾ ജാനുവിന് നമ്മൾ തുണിസഞ്ചി കൊടുത്തുകൊണ്ട് ജാനുവിന്റെ കവറിന്റെ ഉപയോഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഞങ്ങൾ ഈ തുണിസഞ്ചി എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അച്ഛനോ ഏട്ടനോ അമ്മയോ എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ബൈക്കിലും കാറിലും ബാഗിലും ഒക്കെ ഓരോ തുണിസഞ്ചി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ മലയാളികൾ എവിടുന്നാണ് എപ്പോഴാണ് സാധനം വാങ്ങുക എന്ന് പറയാൻ പറ്റൂല. കിലോ 10 എന്ന് കേട്ടാൽ ആസിഡ് ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും അപ്പോൾ വാങ്ങി ആ കിട്ടിയ കവറിൽ വാങ്ങും. പല ഗൃഹനാഥന്മാരും ഒരു 10 കവറായിട്ടാണ് വീട്ടിലെത്തുക. അപ്പോൾ ഈ സഞ്ചി ഉണ്ടെങ്കിൽ ഇവ പരമാവധി ചുരുക്കാൻ പറ്റും. രണ്ടാമത്തത്, രണ്ടാം ഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന എല്ലാ കവറുകളും പ്ലാസ്റ്റിക്കിനെ നമുക്കിപ്പോൾ എക്കാലത്തും നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. കാരണം വൈദ്യുതി ഷോക്കേറ്റാൽ മരണപ്പെടുന്ന സംഗതിയാണ്. ഏതെങ്കിലും വീട്ടുകാർ ഞങ്ങൾക്ക് വൈദ്യുതി വേണ്ടെന്ന് പറയോ? അതേപോലെ തന്നെയാണ് പ്ലാസ്റ്റിക്. അതിൻ്റെ പ്ലാസ്റ്റിക്കിനെ മാലിന്യമാക്കി തള്ളാതിരിക്കുക. നിങ്ങളുടെ ഉപയോഗശേഷമുള്ള പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ നമ്മുടെ ഓരോ വീട്ടുകാരും കവറുകളിൽ, സഞ്ചികളിൽ അവ സൂക്ഷിക്കുക. പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രത്യേക കുടുംബശ്രീ തൊഴിൽ സംരംഭം ഇതിന് തുടങ്ങുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഈ വളണ്ടിയർമാർ നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾ അതുവരെ സമാഹരിച്ചു വെച്ചിട്ടുള്ള സഞ്ചി ഇവർക്ക് നൽകാം. അതിന് രണ്ടാം ഘട്ടത്തിൽ വീടൊന്നൊക്കെ 10 രൂപയോ 20 രൂപയോ നിങ്ങൾ ഈ യൂണിറ്റിന് നൽകേണ്ടി വരും. നിങ്ങൾ എത്ര പ്ലാസ്റ്റിക് സമാഹരിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന ബാഗിനുള്ള പൈസ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് പ്ലാസ്റ്റിക് മാലിന്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ്. ഈ ശ്രമത്തിൽ
ഈ നാട്ടിലെ എല്ലാവരും വിദ്യാർത്ഥികളും നിങ്ങളുടെ സ്ഥാപനവും ഇതിന്റെ ഭാഗമായി ശുചീകരിക്കുക. നിങ്ങളുടെ വിദ്യാലയത്തിലും നിങ്ങൾക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റാതെ കഴിഞ്ഞിട്ടുള്ള എന്തെല്ലാം മാലിന്യങ്ങളുണ്ടെങ്കിലും ഈ ഒക്ടോബർ 30, 31 തീയതികളിൽ അതിജീവനം സെന്ററിൽ എത്തിച്ചാൽ അവിടെ നിന്ന് അത് നിങ്ങൾക്ക് കൈമാറാം. ഇതിന്റെ ഭാഗമായി നമ്മുടെ ഒരു പ്രതിജ്ഞ നിങ്ങളെല്ലാം അസംബ്ലിയിൽ ചൊല്ലിയിട്ടുണ്ടാകും. ഏതിലും അതിന്റെ ചെറിയ ഭാഗം ഞങ്ങളോട് അവതരിപ്പിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ കൈ മുന്നോട്ട് നീട്ടി ഈ പ്രതിജ്ഞ അത്യുച്ചത്തിൽ ഏറ്റുചൊല്ലുക. എന്റെ ഭൂമി എന്റെ പൂർവികരിലൂടെ എനിക്ക് കൈമാറി കിട്ടിയതാണെന്നും അതിന്റെ എല്ലാ സംശുദ്ധിയോടെയും എന്റെ പിൻഗാമികൾക്ക് കൈമാറാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നും എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ അതിജീവനം പരിപാടി എന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അതിജീവനത്തിനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞാനും കുടുംബവും ഈ പരിപാടിയുടെ വിജയത്തിനും തുടർ പ്രവർത്തനങ്ങളിലും പൂർണ്ണ മനസ്സോടെ പങ്കാളിയാകുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു.